കർക്കിടകക്കുറുകാർക്ക് 9ാം ഭാവശനി നൽകുന്ന ഫലങ്ങളെക്കുറിച്ചും ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം ഗുണം ചെയ്യുമോ എന്നും 8ലെ രാഹു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ശനി ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കർക്കിടകക്കുറുകാർക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം ഈ വർഷം നിറവേറും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം 12ൽ സഞ്ചരിക്കുന്നതിനാൽ കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കോ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും. ജൂൺ 2-ാം തീയതി വ്യാഴം മിഥുനക്കൂറിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറുന്നതാണ്. പൊതുവെ ജന്മവ്യാഴം ദോഷം ചെയ്യുമെന്നൊക്കെ പറയുമെങ്കിലും ഉച്ചരാശിയിലേക്ക് വ്യാഴം മാറുന്നതിനാൽ ദോഷഫലങ്ങൾ പൊതുവെ കുറവായിരിക്കും. ഡിസംബർ 5 വരെ രാഹു അഷ്ടമത്തിലും കേതു ധനസ്ഥാനത്തും സഞ്ചരിക്കുന്നത് ദോഷഫലങ്ങളെ നൽകുന്നതാണ്. അഷ്ടമരാഹു അപകടകാരിയാണ്. ഭക്ഷണത്തിൽ നിന്നുള്ള വിഷബാധ, അലർജി എന്നിവ വരാൻ സാധ്യതയുള്ള സമയമാണിത്. വിദ്യാർത്ഥികൾക്കും അഷ്ടമരാഹു ദോഷം ചെയ്യും. കാരണം പഠിക്കാനിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ, ഗെയിമിംഗ്, സോഷ്യൽ മീഡിയ എന്നിവയിലേക്ക് ശ്രദ്ധ തിരിയും. ഇത് പഠനത്തെ തീർച്ചയായും ബാധിക്കും. ജൂൺ 2-ാം തീയതി മുതൽ വ്യാഴം നിങ്ങളുടെ രാശിയിലേക്ക് വരുന്നതോടെ ഈ പറഞ്ഞ ദോഷഫലങ്ങളിൽ കുറച്ച് കുറവുണ്ടാകും. 9ലെ ശനി നിങ്ങൾക്ക് ജോലിയിൽ സ്ഥിരത തരാൻ ശ്രമിക്കുമ്പോൾ ജന്മവ്യാഴം നിങ്ങൾക്ക് ജോലിയിൽ മാറ്റം തരാനായിരിക്കും ശ്രമിക്കുക. പലർക്കും ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണിത്. ജോലിയിൽ ഉത്തരവാദിത്തങ്ങളും കൂടും. പക്ഷേ അതിനനുസരിച്ചുള്ള ശമ്പളം കിട്ടണമെന്നില്ല. സാമ്പത്തികപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ 2ൽ നിൽക്കുന്ന കേതു ധനവരവിൽ തടസ്സമുണ്ടാക്കും. എന്നാൽ 9ലെ ശനി ഭാഗ്യം തരുന്നതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ എവിടെ നിന്നെങ്കിലും പണം വന്നു ചേരും. ഈ വർഷം ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം എന്നിവയിൽ പണം മുടക്കരുത്. ഇനി പ്രണയം, കുടുംബം ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ജന്മവ്യാഴ സമയത്ത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കമുണ്ടാകും. ഈ സമയത്ത് പിടിവാശി ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും. 2ൽ കേതു നിൽക്കുന്നതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളും ശ്രദ്ധിക്കുക. പ്രണയിക്കുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷം അനുകൂലമായ സമയമാണ്. ഇനി ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഈ വർഷം കൊളസ്ട്രോൾ, പ്രമേഹം, ഫാറ്റി ലിവർ തുടങ്ങി ജീവിതശൈലീ രോഗങ്ങൾ അധികരിക്കും. വണ്ണം വയ്ക്കാനുള്ള പ്രവണത കൂടും. ഭക്ഷണം നിയന്ത്രിക്കുകയും കൃത്യമായി വ്യായാമവും ചെയ്താൽ വലിയ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 കർക്കിടകക്കുറുകാർക്ക് ആത്മീയപരമായ വളർച്ച നൽകുന്ന വർഷമാണ്. സാമ്പത്തികമായും ആരോഗ്യപരമായും അല്പം ശ്രദ്ധിച്ചാൽ 9ലെ ശനിയുടെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടകക്കുറി ജനിച്ചവരുടെ 2026 വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.